മണവും രുചിയും കൊണ്ട് മനസ്സ് കീഴടക്കുന്ന ഒരു മസാലക്കറി ആയാലോ ഇന്ന്. ഹായ്, ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. 4 മണിക്കൂർ കുതിർത്തിയ 250 ഗ്രാം വെള്ളക്കടല കഴുകി വാരി കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. മീഡിയം സൈസ് വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങും കടല മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ഇട്ട് അടച്ചു വെച്ച് നമുക്ക് ഒരു 5-6 വിസിലടിപ്പിക്കാമേ. 6 വിസിലിന് ശേഷം കുക്കർ തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാമേ. ഈ കടലയും ഉരുളക്കിഴങ്ങും എല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. തന്നിക്ക് നോക്കിയപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിനകത്തോട്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ ഒരു പകുതിയും, ഒരു 2 ടേബിൾ സ്പൂൺ കടല, ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, ഒരു ചെറിയൊരു പീസ് ഇഞ്ചി, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വയ്ക്കാമേ. ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ ഗരം മസാല ഇട്ട് കൊടുക്കാം. അതും പൊട്ടി കഴിയുമ്പം 1/2 സ്പൂണ് നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഞാനിപ്പം 3 മീഡിയം സൈസ് സവാള ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് പൊളന്നതും കൂടി ഇട്ട് നമുക്കൊന്ന് ഗോൾഡൻ കളർ ആകുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാമേ. ഞാനിപ്പോൾ ഇട്ട് കൊടുത്തത് 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തത് കറിക്കൊരു ടേസ്റ്റിന് വേണ്ടി ഇട്ട് കൊടുത്തതാണ്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിട്ട് പച്ചമണം മാറുന്നിടം വരെ വഴറ്റിയെടുക്കുക. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തോട്ട് 2 തക്കാളി അരച്ചതിൻ്റെ പേസ്റ്റാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാമേ. നന്നായി ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം ഇതൊരു പേസ്റ്റ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കടല ഇട്ട് കൊടുത്ത് വീണ്ടും ഒന്ന് ഇളക്കാം. ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന ആ പേസ്റ്റും കൂടി ഇട്ട് വീണ്ടും നന്നായി മിക്സ് ചെയ്യാം. ചാറ് കൂടുതൽ വേണമെങ്കിൽ എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ സമയം ഉപ്പ് നോക്കി ആവശ്യമെങ്കിൽ ഇട്ട് കൊടുക്കുക. വീണ്ടും മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാമേ. ഞാൻ ഏകദേശം ഒരു 5-6 മിനിറ്റ് ഇത് തിളപ്പിച്ച് അതിനുശേഷം കണ്ടോ ചാറൊക്കെ കുറുകി എണ്ണയൊക്കെ മുകളിൽ നന്നായിട്ട് തെളിഞ്ഞ് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് മല്ലിയില അരിഞ്ഞതും കസ്തൂരി മെത്തിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ മണവും രുചിയും കൊണ്ട് മനസ്സ് കീഴടക്കി നമ്മുടെ ചന്ന മസാലക്കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. വേഗം പോയി തയ്യാറാക്കിക്കോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ്.